അധ്യാത്മരാമായണമിദമെത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്കിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാ. രാമ 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 രാമ. ശ്രീരാഘവം ദശരഥാത്മജം അപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹും അരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. കാവ്യം സുഗേയം കഥ രാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മ രാമായണം ഈ കർക്കിടക മാസത്തിൽ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിവിശേഷപ്പെട്ട അയോധ്യാകാന്ഡത്തിലെ കഥാഭാഗങ്ങളാണ് നമ്മൾ ചുരുക്കി അനുസ്മരിച്ചു കൊണ്ടിരുന്നത്. രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ ദശരഥ മഹാരാജാവിൻ്റെ പൊന്നോമനകളായി വളർന്നു വരുന്നതും ആ യുവാവായ ശ്രീരാമചന്ദ്രസ്വാമിയെ രാജാവായി അഭിഷേകം ചെയ്ത് ജനങ്ങളുടെയും ദശരഥ മഹാരാജാവിൻ്റെയും ആഗ്രഹത്തെ പൂർത്തീകരിക്കണം എന്ന് നാരദ മഹർഷി ദശരഥ മഹാരാജാവിനെ നിർദ്ദേശിച്ചതനുസരിച്ച് ശ്രീരാമചന്ദ്രസ്വാമിയെ നല്ലൊരു മുഹൂർത്തത്തിൽ, തൊട്ടടുത്ത നല്ല മുഹൂർത്തത്തിൽ തന്നെ രാജാവായി അഭിഷേകം ചെയ്യണമെന്ന് തീരുമാനം നടപ്പിലാക്കുന്ന രംഗമാണ്. ജനങ്ങളെ മുഴുവൻ വിവരമറിയിച്ചു. തൊട്ടടുത്ത ദിവസം, അതായത് രാമനും ശ്രീരാമചന്ദ്രസ്വാമിയും നാരദ മഹർഷിയും തമ്മിൽ സംവാദം കഴിഞ്ഞ് തിരിച്ചു പോയതിനു ശേഷം അവതാര ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രീരാമചന്ദ്രസ്വാമി ഉറപ്പിച്ചിരിക്കുന്നു. ശ്രീരാമനെയും യുവരാജാവായി അഭിഷേകം ചെയ്യണമെന്ന ദശരഥ മഹാരാജാവിൻ്റെ ആഗ്രഹം ജനങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ടാക്കി. തൊട്ടടുത്ത നാള്, നല്ല ദിവസത്തിലാവണം അഭിഷേകം. തൊട്ടടുത്ത നാള് പൂയം നാളാണ്. പൂയം നാള് വളരെ വിശേഷപ്പെട്ടതാണ് ഇത്തരം മുഹൂർത്തങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നല്ല മുഹൂർത്തത്തിൽ ഈ പൂയം നാളിൽ രാമനെ രാജാഭിഷേകം ചെയ്യുവാൻ വേണ്ടി കുലഗുരുവായ വസിഷ്ഠനെ ചുമതലപ്പെടുത്തി. വസിഷ്ഠൻ എല്ലാവരെയും വിവരമറിയിച്ചു. വസിഷ്ഠൻ തന്നെ രാമനെ ചെന്ന് കണ്ട് നാളെ നടക്കാനിരിക്കുന്ന രാജാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും, അങ്ങനെ വ്രതത്തോടുകൂടി ദമ്പതിമാർ വ്രതത്തോടുകൂടി കഴിഞ്ഞുകൂടിയിട്ട് വേണം ഈ രാജാഭിഷേകം നടത്താൻ വേണ്ടിയിട്ട്. ജനങ്ങളുടെ ആഗ്രഹം, അതുപോലെ മന്ത്രിമാരുടെ ആഗ്രഹം, ഭൃത്യന്മാരുടെ ആഗ്രഹം, വസിഷ്ഠ മഹർഷിയുടെ ആഗ്രഹം, ഇതൊക്കെയാണ് നാളെ ശുഭമുഹൂർത്തത്തിൽ നിറവേറ്റപ്പെടുന്നത്. അതിനൊരു പ്രത്യേക കാരണവുമുണ്ട്. കാരണം ഈ ദശരഥ മഹാരാജാവിന് പ്രായം ഏറെയായി, വാർദ്ധക്യ സഹജമായ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം എല്ലാ യോഗ്യതകളും നിറഞ്ഞിരിക്കുന്ന ശ്രീരാമനെ ഭരണാധികാരിയാക്കുവാനുള്ള തീരുമാനം നടപ്പിൽ വരുത്താൻ എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു. ഏകകണ്ഠമായ തീരുമാനം. അഭിഷേകത്തിന് വേണ്ടുന്ന സംഭാരങ്ങളൊക്കെ ഒരുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. രാമനെ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചു. വിവരമറിഞ്ഞ് കൗസല്യാദേവി അതിയായി സന്തോഷിച്ചു. രാമനും സീതയും വ്രതമനുഷ്ഠിക്കുവാൻ വേണ്ടി കുലഗുരുവായ വസിഷ്ഠൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് ദമ്പതിമാര് ദർഭ വിരിച്ച് ഇങ്ങനെ ശയനം ചെയ്തു. അയോധ്യാവാസികൾക്ക് വളരെയധികം ആനന്ദമുണ്ടായി. ഇനി ശുഭമുഹൂർത്തത്തിൽ നാളെ തന്നെ അഭിഷേകം ചെയ്യേണ്ടത് കൊണ്ടും കൂടുതൽ സമയമില്ലാത്തത് കൊണ്ടും രാത്രി തന്നെ വളരെയധികം ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് അയോധ്യയിൽ രാമാഭിഷേകത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. ദേവന്മാര് വളരെയധികം സന്തുഷ്ടരാണിപ്പോഴും. കാരണം പൗലസ്ത്യതനയനായ രാക്ഷസന്റെയും കൂട്ടാളികളുടെയും ദുഷ്ടകർമ്മങ്ങൾ കൊണ്ട് ഭൂമിയിൽ
പലതരത്തിലുള്ള പ്രയാസങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭഗവാന്റെ അവതാരത്തിലൂടെ മാത്രമേ, ഭഗവാന്റെ സാന്നിധ്യത്തിലൂടെ മാത്രമേ ഭൂമിയിൽ ധർമ്മത്തെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യനൊഴിച്ച് എന്നെ കൊല്ലാൻ ഇടവരരുത് എന്ന രാവണന്റെ ആ വരബലത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീരാമൻ മാനുഷവേഷം ധരിച്ച് ഭൂമിയിൽ അവതരിക്കാൻ തീരുമാനിച്ചത്. ആ അവതാരവും ഉദ്ദേശവുമാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു. പക്ഷേ പെട്ടെന്ന് പിറ്റേ ദിവസം കാലത്താവുമ്പോഴേക്കും അയോധ്യയിലുള്ള രംഗങ്ങളൊക്കെ മാറി മറഞ്ഞു. ഈ ലോകത്തിൻ്റെ അവസ്ഥയും ഇതാണ്. നമ്മൾ പലപ്പോഴും കൊതിക്കും പല പല കാര്യങ്ങളും, പക്ഷെ കൊതിക്കുന്നതല്ല കിട്ടുക എന്നാണ്. ഇവിടെ ജനങ്ങൾ മുഴുവനും ആഗ്രഹിച്ചത്, ദേവന്മാരാഗ്രഹിച്ചത് ഒക്കെയാണ് ഇവിടെ നടപ്പിലാകേണ്ടത്. പക്ഷേ അതിനപ്പുറത്ത് എന്തോ ചില സങ്കല്പങ്ങൾ അവതാരമൂർത്തിയായ ശ്രീരാമചന്ദ്രസ്വാമിയുടെ മനസ്സിലങ്ങനെ നിറഞ്ഞിരിക്കുന്നു. അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയേത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കും, പക്ഷേ ഈശ്വരൻ മറ്റൊന്നാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ ഫലമാണ് നമ്മുടെ ഗുരുപരമ്പരകളൊക്കെ നമുക്ക് പല പല ലോകോക്തികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. രാമായണത്തിലുള്ള ഈ രംഗത്തും അത് വളരെ പ്രസക്തമാണ്. നാം ഒന്ന് നിരൂപിക്കും, മറ്റൊന്നായി വരും ഫലം, നാം അതു കണ്ടാർത്തരായി ദീനദീനം വിലപിക്കും എന്നാണ് ലോകത്തിന്റെ അവസ്ഥ. ശ്രീരാമചന്ദ്രസ്വാമിക്ക് പോലും ആ അവസ്ഥയെ മറികടക്കാൻ സാധിക്കുമായിരുന്നിട്ടും ലോക നന്മയ്ക്ക് വേണ്ടി അതാ അവതാര ഉദ്ദേശം പൂർത്തീകരിക്കുകയാണ്. ശ്രീരാമനെ അഭിഷേകം ചെയ്ത് രാജാവാക്കാൻ പാടില്ല. ശ്രീരാമന്റെ രാജാഭിഷേകം മുടങ്ങണം. മുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ശ്രീരാമചന്ദ്രസ്വാമി കാട്ടിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ പോയിക്കഴിഞ്ഞാൽ മാത്രമേ രാവണവധം തുടങ്ങിയിട്ടുള്ള അവതാര ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ രാമായണത്തിലെ കഥാഗതി മുഴുവനും മാറ്റിക്കൊണ്ട്, രാമായണത്തിൻ്റെ ഒഴുക്ക് തന്നെ മറ്റൊരു തരത്തിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് മന്ധര കടന്നു വരികയാണ്. ആ മന്ധരയുടെ യോഗ്യത, മന്ധര നമ്മുടെ കൈകേയിയുടെ തോഴിയാണ്, ഉറ്റ തോഴിയാണ്. 3 വളവ് ഉള്ളവളെന്നും പറയും, ത്രിവക്ര എന്നുകൂടി പറയാറുണ്ട്. ശരീരത്തിന് മാത്രമല്ല, ഈ വളവ് മനസ്സിനു കൂടിയുണ്ട്, ആ വക്രം. അങ്ങനെയുള്ള അവരെയാണ് ഈ സന്ദർഭത്തിൽ നിയോഗിക്കുന്നത്. മാത്രവുമല്ല, ഈ മന്ധരയുടെ വാക്കുകൾ ശ്രീരാമചന്ദ്രസ്വാമിയെ രാജാഭിഷേകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാവണമെന്നുള്ളത് കൊണ്ട് സാക്ഷാൽ സരസ്വതീദേവി വാണീദേവിയെ തന്നെ നിയോഗിച്ചു എന്നും, അതിൻ്റെ ഫലമായിട്ട് മന്ധരയത ആ കൈകേയിയുടെ കൊട്ടാരത്തിലേക്കുള്ള, അന്തഃപുരത്തിലേക്കുള്ള, മാളികപ്പുറത്തേക്കുള്ള പടികൾ കയറി പോകുന്ന രംഗം, മന്ധരയുടെ പ്രവേശം രാമായണത്തിലെ ഈ ഒരു വഴിത്തിരിവാണ് വിച്ഛിന്ന രാജ്യാഭിഷേകത്തിന് കാരണമാകുന്നത്. കൈകേയിയുടെ സമീപത്ത് വന്ന് മന്ധര പറയുന്ന കാര്യങ്ങൾ, നിനക്ക് എന്തെന്നില്ലാത്ത ഒരു ആപത്ത് ഇതാ വന്നിരിക്കുന്നു, യാതൊരു രക്ഷയുമില്ല. രാമൻ നാളെ രാജാവായാൽ തൻ്റെ മകനായ ഭരതൻ, അവൻ ഇല്ലാത്ത സമയത്താണ് രാജ്യാഭിഷേകം തീരുമാനിച്ചത്, ഇവിടെ നാട് വിട്ടു പോകേണ്ടതായിട്ട് വരും, ആലോചിച്ച് പ്രവർത്തിക്കണം എന്ന് പറയുന്നു. ഈ സമയത്താണ് കൈകേയിക്ക് ഓർമ്മ വരുന്ന ചില കാര്യങ്ങൾ. പണ്ട് ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് രഥത്തിൻ്റെ ആ ചക്രത്തിൻ്റെ നടുവിലുള്ള, പ്രത്യേകിച്ച് പറഞ്ഞു തരും, ഒരു ആണി, അക്ഷകീലം, അത് തെറിച്ചു പോയപ്പോഴും യുദ്ധത്തിൽ പലതും സംഭവിക്കാമായിരുന്നു. പക്ഷേ ഈ കൈകേയി തൻ്റെ വിരൽ വെച്ചുകൊണ്ട് യുദ്ധം കഴിയുന്നത് വരെ രക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് ആ സന്തോഷം കൊണ്ട് വരം കൊടുക്കാൻ നിശ്ചയിച്ചു, 2 വരം കൊടുക്കാൻ നിശ്ചയിച്ചിരുന്നു.
പക്ഷെ അത് ആവശ്യമുള്ളപ്പോൾ ചോദിക്കാമെന്നാണ് പറഞ്ഞത്. അത് ഇപ്പോഴും ചോദിക്കണം എന്ന് മന്ധര നിർദ്ദേശിക്കുന്നു. അതനുസരിച്ച് ഇനി അതിനുള്ള ഏർപ്പാടുകൾ, ക്രോധാലയത്തിൽ കൈകേയി കിടന്ന് നിലവിളിക്കുന്ന രംഗം ദശരഥ മഹാരാജാവ് അറിയുന്നു. സംഗതികളൊക്കെ അറിഞ്ഞു, ആകെ തളർന്നു പോകുന്ന രംഗം. ഇവിടെയാണ് വിവരങ്ങൾ വേണ്ടതുപോലെ അറിഞ്ഞ് ശ്രീരാമചന്ദ്രസ്വാമി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അച്ഛൻ്റെ നിർദ്ദേശം പരിപാലിക്കുന്ന മകനാണ് ഉത്തമൻ ആയിട്ടുള്ള മകൻ എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് രാജ്യത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായി. ഇതാണ് അഭിഷേക വിഘ്നം നടക്കുന്നത്. ഭരതനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ഒരു ഭാഗത്ത്. ഈ രംഗമാണ് നമുക്കിന്ന് അനുസ്മരിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ ഒരു രംഗം. സംസർഗം കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടാകും. ഈ ഒരു ഫലം മന്ധരയുടെ സംസർഗം കൊണ്ടുണ്ടായതാണ് ഈ ഒരു ദോഷം എന്ന് കാണിച്ചു തരുന്നു. എത്ര തന്നെ നല്ല മനസ്സായിരുന്നാലും ഈ ചില സംസർഗം കൊണ്ട് നല്ല അതിമനോഹരമായ തിളക്കമാർന്ന സ്വർണമായി കഴിഞ്ഞാലും വിളക്കിലെ മഷി, കരിമഷി പറ്റിക്കഴിഞ്ഞാൽ ആ സ്വർണത്തിൻ്റെ പോലും നിറം മങ്ങുന്നത് പോലെ എത്ര പരിശുദ്ധമായിട്ടുള്ള മനസ്സായാലും ചില സംസർഗം കൊണ്ടും ചില ബന്ധങ്ങൾ കൊണ്ടും അതിന് മാറ്റം വരുമെന്ന് രാമായണത്തിലെ വിശേഷപ്പെട്ട സന്ദേശം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് ഇന്ന് നമുക്ക് അനുസ്മരിക്കാനുള്ളത്. രാമ 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 താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാനുപേക്ഷിപ്പതീനില്ല സംശയം മാനസേ ഖേദമതീനില്ലെനിക്കേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യമെന്നാൽ എന്നറിക നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാനുപേക്ഷിപ്പനറിക നീ പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിൽ ഏതുമേ സംശയം ചേതസി ചെറ്റില്ലെനിക്കെന്നറിക നീ ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതുമെനിക്കില്ല നിർണയം സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവ മന്നവ ഇന്നതു ദുഃഖമാകുന്നതും വൈകാതെ പോവൻ വനത്തിനു മാതാവേ എന്തെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിന്നു
ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു, ദണ്ഡകവാസത്തിനേറ്റം എളുതല്ലോ. സ്നേഹം എന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. തൃപ്തി വരുത്തി പിതർക്കൾക്കു പൂരുവും തൃപ്തനാക്കിയിടിനാൻ താതനു തന്നെ യൗവനം നൽകി. ജരാനരയും വാങ്ങി ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു. മൽപിത ദുഃഖിപ്പതിനില്ല അവകാശം, രാഘവവാക്യമേവം കേട്ടു ഭൂപതി. ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ, എന്തിനൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയുമില്ലിതു രണ്ടിനും. സോദരൻ നാടുഭരിച്ചു നിന്നിടുക സാദരം, ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും, വനത്തിങ്കൽ വാണിടുവാൻ ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ. മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ, മാതാവു കൗസല്യ തന്നെയും വന്ദിച്ചു. മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ. വന്നിരുന്നീടു ഭുജിപ്പതിനാശു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുൾ ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിനു പോകണം. മുൽപ്പാടുകേകയപുത്രിയാം അമ്മയ്ക്കു മൽപിതാരണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കയെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ, പിന്നെ ഞാൻ വൈകാതെ. ശ്രീരാമചന്ദ്രസ്വാമി വനവാസത്തിന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പ് ആ കൗസല്യാദേവിയുടെ ശോകത്തെ തീർത്തുകൊണ്ട് അതാ വനയാത്രയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന രംഗത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ കഥാഭാഗം ഇവിടെ സമർപ്പിക്കാം. നാളെ തുടർന്നുള്ള ഭാഗങ്ങൾ ഈ രാമായണ സംസ്കൃതിയിലൂടെ കഥാമൃതത്തിലൂടെ നമുക്ക് വീണ്ടും അനുസ്മരിക്കാം. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം
ന്യായേണ മാർഗേണ മഹിം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. അധ്യാത്മരാമായണമിതമെത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്കിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാ